സാധാരണ നീ ഡേറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ ചെറുക്കൻ ശരിയല്ല, ഫാമിലി ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരത്തെ വരുന്നതാണല്ലോ. പ്രശ്നം തെറ്റി. ഇവൻ എൻ്റെ കോൺസെപ്റ്റിന് പറ്റിയ ഒരാളാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് കൂടുതൽ ടൈം എടുത്തു. നമുക്ക് അവൻ്റെ ഇഷ്ടം അനിഷ്ടങ്ങളൊക്കെ അറിയണ്ടേ. ഓ, അപ്പോൾ ആദ്യത്തെ ഡേറ്റിംഗ് തന്നെ സെറ്റ്. ഇതിപ്പോൾ ആദ്യത്തെ ഡേറ്റിംഗ് ഒന്നല്ല, അവനായിട്ടുള്ള മൂന്നാമത്തെ ഡേറ്റിംഗ് ആയി. ഏറെക്കുറെ ഞങ്ങൾ റിലേഷൻഷിപ്പ് പോലൊക്കെ ആയി. ചീട്ടി, നീ എന്നിട്ട് എന്താ എന്നോട് പറയാണ്ടിരുന്നേ? എടി എല്ലാം സെറ്റായിട്ട് പറയാമെന്ന് വെച്ചു. ആ, ചെറുക്കൻ്റെ പേരെന്താ പറ? ചെറുക്കൻ്റെ പേര് ഗൗതം. അവൻ കൊച്ചിയിൽ ഒരു MNC കമ്പനിയിൽ HR ആയിട്ട് കയറിയിരിക്കുക. പിന്നെ ഫാമിലിയൊക്കെ കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാ. പിന്നെ അച്ഛനും അമ്മയും റിട്ടയർഡായി. പിന്നെ ഒരു ചേട്ടനുണ്ട്, ആൾ UK സെറ്റിലുള്ള. ഓ, അപ്പോൾ പുളിങ്കൊമ്പ് നോക്കിയാ പിടിച്ചത്. പുളിങ്കൊമ്പ് നോക്കി പിടിച്ചതൊന്നല്ല, അവന് തരക്കേടില്ലാത്തൊരു ജോലിയുണ്ട്. പിന്നെ ഞാനായിട്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ചോദിച്ചതൊന്നല്ല, അവനായിട്ട് ഇങ്ങോട്ട് പറഞ്ഞതാണ് ഞങ്ങൾ സെറ്റായപ്പോൾ. അവന് എത്ര വയസ്സുണ്ട്? ഞങ്ങളൊരു 4 വയസ്സ് ഡിഫറൻസ്. എന്ന് പറയുമ്പോൾ അവന് 32. അത് ശരി കൂടുതലല്ലേ? 32 അല്ല, 24. നിന്നെക്കാളും 4 വയസ്സിന് ഇളയ ചെറുക്കനോ? അതെങ്ങനെ ശരിയാവും? അതിനിപ്പോൾ എന്താ? ഒന്നാമത്തെ ഇവന്മാർക്കൊന്നും മെച്യൂരിറ്റി ഇല്ല, ഓരോ ഇൻഫാക്ച്വേഷൻ്റെ പുറത്ത് തോന്നുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇവനൊക്കെ ലൈഫ് ലോങ് നിൻ്റെ കൂടെ ഉണ്ടാവുന്ന വല്ല ഉറപ്പുണ്ടോ? എൻ്റെ മോളെ, ഏത് റിലേഷൻഷിപ്പിലാണ് അവർ നമ്മുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുന്നത്? ഒരു റിലേഷൻഷിപ്പും പ്രെഡിക്റ്റബിൾ അല്ല. ഓ, പിന്നെ മെച്യൂരിറ്റിയുടെ കാര്യം. ഈ മെച്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാവുന്ന സാധനം. നമ്മളെക്കാൾ എത്ര വയസ്സ് താഴെയുള്ള കുട്ടികൾക്കുണ്ട് മെച്യൂരിറ്റി? നീ തന്നെയല്ലേ പറയാറ്? ഒരു മിനിറ്റ്. എന്നാലും അതെങ്ങനെ ചെറിയ ചെറുക്കൻ? ശരി ചാണ്ടി. ഹലോ. എടി എടി എന്നാലും എടി ഒരു എന്നാലും ഇല്ല. എടി ഞാനൊരു കാര്യം പറയട്ടെ, ഇവൻ എനിക്ക് പറ്റിയിട്ടുള്ളൊരു പെർഫെക്റ്റ് പാർട്ട്ണർ ആണെന്നും ഞങ്ങൾ അടി ഉണ്ടാക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം രണ്ടുപേരും 2 ഇൻഡിവിജ്വൽസാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്. ചിലപ്പോൾ എൻ്റെ ഇഷ്ടം അവന് ഇഷ്ടമാവണമെന്നില്ല, അവൻ്റെ ഇഷ്ടം എനിക്ക് ഇഷ്ടമാവണമെന്നില്ല. പക്ഷേ എവിടെ വെച്ചോ ഞങ്ങളുടെ ഒരു വൈബ് തമ്മിൽ നല്ല കണക്റ്റ് ആയിടി. അതായത് അവൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എനിക്ക് നല്ല സമാധാനമുണ്ട്. പിന്നെ അവൻ്റെ കൂടെ നടക്കുന്ന ടൈമിൽ അവൻ എന്നൊക്കെ ചെറുതാണെന്നും അവൻ ഭയങ്കര ചൈൽഡിഷ് ആണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ ഏജ് ഡിഫറൻസ് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഓ, നിങ്ങളുടെ ഏജ് ഡിഫറൻസ് നിങ്ങൾക്കൊരു പ്രശ്നമില്ലെങ്കിൽ എനിക്കാണോ? എടി നീ ഇങ്ങനെ ഏജ് ഡിഫറൻസ് ഇത്ര വലിയൊരു കാര്യമായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. നീയും നിൻ്റെ ഏട്ടനും തമ്മിൽ 6 വയസ്സ് ഡിഫറൻസ് ഇല്ലേ? അതൊക്കെ പോലെ തന്നെ ഇതും. പിന്നെ നമ്മളെക്കാൾ ചെറിയ ചെക്കന്മാരെ കിട്ടാൻ പാടില്ലെന്നൊന്നും എവിടെയും പറയുന്നൊന്നുമില്ലല്ലോ. പക്ഷേ നമ്മളിപ്പോൾ ഇതിൻ്റെ കല്യാണക്കാരെ സംസാരിക്കുന്നത് ഇത് ആദ്യം എവിടെ വരെ പൂന്ന് നോക്കാം, ആദ്യം ബ്രേക്കപ്പ് ആവുമെന്ന് നോക്കാം. എല്ലാം വിധി പോലെ നടക്കും. അല്ല പിന്നെ നീ എങ്ങാനും ഇനി അവനായിട്ട് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ട് ഇവിടെ കിടന്ന് മോങ്ങാനാണെങ്കിൽ കൂടെ മോങ്ങാനും, ഇനി ആ ചെറുക്കിനെ കെട്ടണമെങ്കിൽ നിന്റെ കൂടെ ആ കല്യാണത്തിന് കിടന്ന് ഓടാനും ഞാനേ ഉണ്ടാവത്തുള്ളൂ. അതെനിക്കറിയാം. അറിയാം. എന്നിട്ടാണ് ഈ ഡേറ്റിങ്ങിൻ്റെ കാര്യം എന്നോട് പറയാണ്ടിരുന്നത്. അത് സാഹചര്യങ്ങൾ സമ്മർദ്ദം മൂലം. പോവാൻ പറ്റല്ലോ വഴിയോടെ. എടി കാശു